Hi friends, welcome back to a new section. Getting up on a cold morning. ചാപ്റ്റർ തുടങ്ങുന്നതിനേക്കാട്ടിലും മുൻപ് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത്. ലേഹണ്ടിൻ്റെ ഒരു എസ്സേ ആണ് ഗെറ്റിംഗ് അപ്പ് ഓൺ എ കോൾഡ് മോർണിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എസ്സേ ആണ്. പ്രത്യേകിച്ച് ഹാർഡ് വേർഡ്സ് ഒന്നും ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മെയിനായിട്ട് ഇത് ബേസ് ചെയ്തിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ? പ്രത്യേകിച്ചൊരു കോൾഡ് മോർണിങ്ങിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ തണുത്ത ഒരു രാവിലെ നല്ല ഐസൊക്കെ മൂടി കിടക്കുന്ന ഒരു അതിരാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് മടി പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ അതിൻ്റെ എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ടാണ് ലേഖണ്ട് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും ഇതുപോലെ മടിയാണ് രാവിലെ എഴുന്നേൽക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ ശ്വാസം പോലും ഇങ്ങനെ ശ്വസിക്കുന്നത് പോലും മഞ്ഞ് പോലെ ഒക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് കുറേ എക്സ്ക്യൂസസൊക്കെ നമ്മൾ പറയുമല്ലേ? അപ്പോൾ ലേഖണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുന്നത് സെർവൻറ്റിനോട് പറയുകയാണ്, ചൂടുവെള്ളം തയ്യാറാക്കി വെക്കി, എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കി, എനിക്കൊന്ന് ഷേവ് ചെയ്യാനായിട്ടാണ്, അപ്പോൾ അതിനായിട്ടുള്ള ചൂടുവെള്ളം തയ്യാറാക്കി വെക്കാൻ പറഞ്ഞ് സെർവൻറ്റിനോട് പറയുന്നു. അപ്പോൾ സെർവൻറ്റ് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം ലേഖണ്ട് അതൊരു എക്സ്ക്യൂസായിട്ട് എടുക്കുകയാണ്. ഇത് ചൂടുവെള്ളമാണല്ലോ, അപ്പോൾ ചൂടൊന്ന് തണുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ മൂടി പോസി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വിവരണമാണ് നമ്മളുടെ ചാപ്റ്ററിലുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഷാൽ വി മൂവ് ടു ദ ചാപ്റ്റർ. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാവുകയുള്ളൂ. മീനിങ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പോലും എഴുതാനായിട്ട് സാധിക്കുന്ന ഒരു എസ്സേ ആണിത്. ഓക്കെ, സോ ഷാൽ വി ബിഗിൻ. Getting up on a cold morning is written by Leigh Hunt. He was a British poet, essayist and critic. Getting up on a cold morning speaks about the pleasure, happiness of getting up late, not the difficulties of getting up early. Galileo Cordara is an Italian Jesuit priest. Leigh Hunt begins the essay with the story of Galileo Cordara's insects. The speaker enjoys the warmth of bed. He feels that gets up early in the cold morning is just like a hell experience. So he connects the hell into the sin of Adam and Eve, who were believed as first parents in Christianity. He also compares early rising into harpy-footed furies. Harpies are half human and half bird. They are very cruel. They drag the souls from the hell of fire and throws them into the ice. ലേഖണ്ട് എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു എസ്സേ ആണ് ഗെറ്റിംഗ് അപ്പ് ഓൺ എ കോൾഡ് മോർണിംഗ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പോയറ്റ്, എസ്സേയിസ്റ്റ്, പിന്നെ ക്രിട്ടിക്കും കൂടിയാണ്. ഓക്കെ, അദ്ദേഹം ഇത് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഗെറ്റിംഗ് അപ്പ്, രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. ഓക്കെ, രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, മറിച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കുക എന്ന് പറയുന്നതിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പ്ലഷർ. ഏതെങ്കിലും ഒരു വാക്ക് എഴുതിയാൽ മതി. പ്ലഷർ അല്ലെങ്കിൽ ഹാപ്പിനെസ്, ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് എഴുതുക. ഓക്കെ, അപ്പോൾ അദ്ദേഹം എഴുതുന്നത് ലേറ്റായിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ്, അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഗേലിയോ കോഡാര എന്ന ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതൊരു ഇൻട്രൊഡക്ഷന് മാത്രമാണുള്ളത്. നമുക്കത് അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. ഗേലിയോ കോഡാര എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ജെസ്യൂട്ട് പ്രീസ്റ്റാണ്. അദ്ദേഹം എഴുന്നേൽക്കുന്നത് കുറച്ച് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രാണികളുടെ ശല്യമൊക്കെ കാരണം. അപ്പോൾ അങ്ങനത്തെ ഒരു ബേസ്, ഒരു ഇൻട്രൊഡക്ഷൻ മുഖേനയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്
ബെഡിൻ്റെ ചൂട്, ഓക്കെ, കിടക്കുമ്പോഴുള്ള ഒരു ബെഡ്, കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു ചൂട്, ചൂട് അനുഭവപ്പെടുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഹാപ്പിനെസ്, ഒരു പ്ലഷർ എന്ന് പറയുന്നത് അനുഭവിക്കുക തന്നെ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു ചൂടിൽ നിന്നും തണുപ്പിലോട്ട് പോകുമ്പോഴുള്ള ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ ആ ചൂടിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് ഈ ചൂടിൽ നിന്നും തണുപ്പിലോട്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ചൂട് വിട്ടിട്ട് പിന്നെ പോകുന്നത് തണുപ്പിലോട്ടാണല്ലോ. ആ തണുപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹെൽ എക്സ്പീരിയൻസ് ആണ്. ഹെൽ എന്ന് പറയുന്നത് നരകത്തിൻ്റെ ഒരു അനുഭവമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി നരകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെൽ എന്ന് പറയുന്ന ഈ വാക്കിന് രണ്ട് കാര്യങ്ങളെ കൊണ്ട് ഇദ്ദേഹം കണക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ആഡം ആൻഡ് ഈവ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ ആദം ഹവ്വ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ മതക്കാരുടെ ഒരു വിശ്വാസപ്രകാരം അവരുടെ ആദ്യത്തെ പേരൻസാണ് ഈ ആദം ഹവ്വയും. അപ്പോൾ ക്രിസ്ത്യൻസ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ബിലീവ് ചെയ്യുന്നത്, ഈ ആദം ഹവ്വയുടെയും പാപം മുഖേനയാണ് പാപം ഈ ലോകത്തിലോട്ട് വന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഈ ചൂടിൽ നിന്നും തണുപ്പിലോട്ട് പോവുക എന്നത് മനുഷ്യൻ്റെ പാപം നിമിത്തമാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ആഡം ഹവ്വ, ഓക്കെ, ആഡം ആൻഡ് ഈവ് അവരുടെ പാപം പോലെയാണ്, അവരുടെ ആദ്യ പാപം മനുഷ്യനെ എങ്ങനെയാണോ നശിപ്പിച്ചു കളയുന്നത്, അതുപോലെയാണ് ചൂടിൽ നിന്നും തണുപ്പിലോട്ട് വരുന്ന ഈ ഒരു അവസ്ഥ. രണ്ടാമതായിട്ട് ഇദ്ദേഹം കണക്ട് ചെയ്യുന്നത് ഹാർപ്പീസ് എന്ന ഒരു വിഭാഗം ആൾക്കാരെയാണ്. ഹാർപ്പീസ് എന്ന് പറയുന്നത് പകുതി മനുഷ്യനും പകുതി പക്ഷിയുമാണ്. അവർ ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർ എങ്ങനെയുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞ ആത്മാവായി, ഈ ആത്മാവ് നരകത്തിൽ ചൂടിൽ കിടക്കുകയാണ്, തീയിൽ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ തീയിൽ കിടക്കുന്ന ഈ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഈ ഹാർപ്പീസ് ഈ ആത്മാക്കളെ വലിച്ചു കൊണ്ടുപോയിട്ട് ഭയങ്കര ഐസ് എന്ന് പറഞ്ഞാൽ നല്ല തണവുള്ള ഒരു ഐസ് കട്ടയുടെ ഉള്ളിലേക്ക് മുക്കിയിടുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഇതിനെയാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ ബെഡിൽ നിന്നും എഴുന്നേറ്റ് തണുപ്പത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ തണുപ്പിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇതൊക്കെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. After the introduction, Lehan shares his own experiences with the readers. He is ready to wake up in the morning, so he asks to use some tricks to wake up late, such as weather discussions, shaving, etc. When he opens his eyes early morning, he feels his breath like smoke comes from chimney. Then he asks his servant to keep ready his articles, dresses, and hot water so that he could shave. But he does not get up from bed, saying that water is too hot. Finally, he gets up and shave. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചേ? ഇദ്ദേഹത്തിൻ്റെ റീഡേഴ്സിനോട് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റീഡേഴ്സിനോട് ഇദ്ദേഹത്തിൻ്റെ ഓൺ എക്സ്പീരിയൻസസ് പറയുകയാണ്. രാവിലെ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ട്രിക്സും ടിപ്സൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. നമുക്കൊക്കെ മടിയാണല്ലേ രാവിലെ എണീക്കാനായിട്ട്, നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് ട്രിക്സൊക്കെയാണ്. അദ്ദേഹം പറയുകയാണ് ഷേവ് ചെയ്യാൻ എന്താ കാര്യം, അതുപോലെ രാവിലെ എണീക്കുമ്പോൾ വെതർ ചേഞ്ച്, ഓക്കെ, വെതർ ഡിസ്കഷനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ഈ രാവിലെ എണീക്കുമ്പോൾ തന്നെ വരുന്ന ആ ഒരു ബ്രെത്ത് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം അങ്ങനെ വലിച്ച് വായിൽ നിന്ന് ഇങ്ങനെ ശ്വാസമൊക്കെ വിടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. ഇതിന് ഇദ്ദേഹം എങ്ങനെ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിമ്മിനി നിങ്ങൾക്കറിയില്ല, അടുപ്പിൻ്റെ മുകളിലൊക്കെ വെച്ചിരിക്കുന്ന ആ ചിമ്മിനി, അതിൽ കൂടെയാണ് പുക പോവുക. തീ കത്തിച്ച് കഴിയുമ്പോൾ ചിമ്മിനി കൂടെ പുക പോകുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ അതുപോലെയാണ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ ശ്വാസം ചിമ്മിനിയുടെ ഉള്ളിൽ കൂടെ പുക പോകുന്നത് പോലെയുള്ളൊരു അനുഭവമാണെന്നൊക്കെ ഇദ്ദേഹം പറയുന്നത്. അതുപോലെ
ഇദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനോട് പറയാണ്, എൻ്റെ ഡ്രസ്സും ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ സാധനങ്ങളാണ്, അതൊക്കെ എടുത്തു വെക്കി, ചൂടുവെള്ളം ചൂടാക്കി വെക്കി, എനിക്ക് ഷേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം എഴുന്നേൽക്കുന്നുണ്ടോ? ഇല്ല, എണീക്കാതെ പറയുകയാണ്, ആ ചൂടുവെള്ളമല്ലേ, അപ്പം നല്ല ചൂടായിരിക്കും, ഇനി അതൊന്ന് തണുക്കട്ടെ എന്നിട്ട് കുളിക്കാം എന്നും പറഞ്ഞ് അവിടെ പിന്നെയും മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ നിവർത്തിക്കേടുകൊണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം എഴുന്നേറ്റ് പോയി ഷേവൊക്കെ ചെയ്യുന്നുണ്ട്. According to Leigh Hunt, the people who wake up early in the morning are who desire to have more wealth, and they would never want to change their daily routine timetable. Leigh Hunt questions about the belief of health and long living benefits regarding early rising. He notes about the sudden temperature change from heat to cold. He does not understand about the long life is beautiful. He questions about it. According to him, longest things may not be always beautiful. The best example for this fact is London's longest street, which is longest but not beautiful. ഈ ലേഖണ്ട് അദ്ദേഹം പറയുകയാണ്, രാവിലെ തന്നെ എണീക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആണെന്ന്. ബിസിനസ് മൈൻഡ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്തിനും പിന്നെയും ആൾക്കാർ ഇത്രയും അതിരാവിലെ എഴുന്നേൽക്കുന്നത് പൈസ ഉണ്ടാക്കാനായിട്ടാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് അവർ വേഗം യാത്ര, ഡെയിലി റൂട്ടീൻ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തി 4 മണിക്ക് തന്നെയാണ് എണീക്കുന്നത്, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തി എത്ര തണവാണെങ്കിലും 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദിനചര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഓടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഓടുന്നത്? പൈസ ഉണ്ടാക്കാനായിട്ടെന്നാണ് പറയുന്നത്. പൈസ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ജോലിക്കാണ് പോണത്, അതിനാണല്ലോ അവർ നേരത്തെ എഴുന്നേൽക്കുന്നത്. അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ആൾക്കാരെ എന്തിനാണ് അങ്ങനെ ജോലിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി കുറച്ച് സമ്പാദ്യമുണ്ട്, ആ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടി ജീവിതത്തിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഭേദം നല്ല രീതിയിൽ കിടന്നുറങ്ങി സുഖമായിട്ട് ജീവിച്ചോടെ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ജീവിതത്തിൽ പകുതി ഭാഗവും നേരത്തെ എഴുന്നേറ്റ് ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയി ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ മൂടി പൊതിച്ച് കിടന്നുറങ്ങി നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതി. ഓക്കെ, ഇനി ഇദ്ദേഹം നോട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇത് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നു വെച്ചാൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നമുക്ക് കൂടുതൽ ഹെൽത്തിന് നല്ലത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് കൂടുതൽ കാലം ജീവിക്കാനായിട്ട് സാധിക്കും, അതാണല്ലോ ഹെൽത്തിന് നല്ലത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹം അതിനും ചോദ്യം ചെയ്യുന്നത് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ഹെൽത്തിന് നല്ലത് എന്ന്? ഈ രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് കുറേ കാലം ജീവിക്കുക എന്നതിനെക്കാട്ടിലും കുറച്ചു കാലം ജീവിക്കുന്നത് സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ലോങ്ങസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ മനോഹരം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അവിശ്വസനീയമായിട്ടൊരു കാര്യമാണ്. അതിൻ്റെ എക്സാമ്പിൾ അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നത്, ലണ്ടനിലെ ലോങ്ങസ്റ്റ് ഒരു സ്ട്രീറ്റ് ഉണ്ട്, അതിനെ കുറിച്ചിട്ടാണ്. ആ സ്ട്രീറ്റ് ലോങ്ങസ്റ്റ് ആണ്, പക്ഷെ ഒട്ടും തന്നെ മനോഹരമല്ല എന്നാണ് പറയുന്നത്. കൺക്ലൂഷനിലോട്ട് കടക്കുകയാണ്. അപ്പോൾ കടക്കുന്നതിനെക്കാട്ടിലും മുന്നൊരു കാര്യം ചോദിച്ചോട്ടെ, ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുമോ വീഡിയോ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ദയവ് ചെയ്ത് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എനിക്കൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, so he concludes his essay as the pleasure of waking up late without strict rules. He encourages readers to think about the joy of wake up late in the morning and the hardships of early gets up. He gives the freedom to the readers to think and choose life's enjoyments. ഇദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ എസ്സെ കൺക്ലൂഡ് ചെയ്യുന്നത്? അദ്ദേഹം പറയുകയാണ്, രാവിലെ എഴുന്നേൽക്കുക എന്നുള്ള കുറേ സ്ട്രിക്റ്റ് റൂൾസൊക്കെ ഉണ്ടല്ലോ, കുറേ സ്ട്രിക്റ്റായിട്ട് നമ്മൾ പറയും 5 മണിക്ക് എഴുന്നേൽക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതിനൊന്നും ആവശ്യമില്ല. നല്ല സന്തോഷമായിട്ട് നമുക്ക് തോന്നുമ്പോൾ എഴുന്നേൽക്കുക, നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഇങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ റീഡേഴ്സിനെയും കൂടി ഇദ്ദേഹം ഇങ്ങനെ എൻകറേജ് ചെയ്യുകയാണ്,
നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബുദ്ധിമുട്ടി അങ്ങനെ ജീവിച്ച് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ റീഡേഴ്സിനൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറയേണ്ടത് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ എഴുന്നേക്കണമെങ്കിൽ എഴുന്നേക്കാം, എന്നിട്ട് ബിസിനസ് ആൾക്കാരുടെ പോലെ രാവിലെ എഴുന്നേറ്റ് എന്താ പറയുക സമ്പാദിക്കണമെങ്കിൽ സമ്പാദിക്കാം, അല്ല നേരം വൈകി എഴുന്നേക്കണമെങ്കിൽ നേരം വൈകി എഴുന്നേറ്റ് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കാം. അത് അദ്ദേഹത്തിൻ്റെ റീഡേഴ്സിന് കൊടുക്കുന്ന ഒരു ഫ്രീഡമാണ്. ഓക്കെ, സോ ഹിയർ വി എൻഡ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഇത് നോട്ട്സ് എഴുതി പഠിക്കുക. ഓക്കെ, എങ്കിൽ മാത്രമാണ് അത് നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് തോന്നുകയുള്ളൂ. പിന്നെ മറ്റ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി ചാപ്റ്റേഴ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കാണാത്തവർ കണ്ട് അതിനെയും നോട്ട്സ് എഴുതി പഠിക്കണം. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റഡി വെൽ ആൻഡ് വിൽ സീ യു സൂൺ. ഓക്കെ, ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ വരുന്ന വീഡിയോയിൽ തരാം. ഓക്കെ, സോ ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വൺസ് അഗെയിൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു.